ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യമൊന്നും ഉണ്ടാകുന്നില്ലേ? ഇങ്ങനെയുള്ള സ്ത്രീകൾ വീട്ടിൽ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി നിങ്ങളെ തേടിയെത്തും. കാരണം ഇതൊക്കെയാണ് നമ്മൾ ശീലമാക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ അപ്പുപ്പന്മാർ അമ്മുമ്മമാരുള്ള കാലം മുതലേ ഇതൊക്കെ ശീലമാക്കിയവരാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ കേട്ടോ, അമ്മയുടെ അമ്മയ്ക്ക് അത്ര വലിയ ഇതൊന്നുമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര നല്ല രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിക്കും, മിറ്റം എല്ലാം തളിച്ച് ഭയങ്കര ഇതാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ അമ്മയുടെ അമ്മയ്ക്ക് അതിനു വേണ്ടിയൊന്നും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ആ അച്ഛൻ്റെ അമ്മയൊക്കെ പണ്ട് മുതലേ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും നമുക്കിപ്പോഴത്തെ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ ഈ യൂട്യൂബിലൊക്കെ അവരുമൊക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം തേടിയെത്തും നമ്മളെ. നമ്മളൊന്നും ചെയ്യേണ്ട, താനേ ഐശ്വര്യം വരും. എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതും ഇതൊന്നും വലിയ ജ്യോതിഷ രീതിയുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് പിന്തുടരുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഐശ്വര്യമൊക്കെ ഉണ്ടാവും, വഴക്കും വയ്യാവേലിയും ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ട ആ ഒരു രീതികളെന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മളിന്ന് കണ്ടതേ ഇല്ലല്ലേ. നമ്മുടെ കാപ്പുടി എല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. കാപ്പിയെല്ലാം കുടിച്ച് ഇന്ന് എന്നതായിരുന്നു? ചിരട്ടപ്പുട്ടായിരുന്നു. ചിരട്ടപ്പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ നമ്മൾ എന്നാ വെച്ചു? നമ്മൾ വേളൂരി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പച്ചയ്ക്ക് വെക്കാൻ മാങ്ങയിട്ട്. അപ്പൊ അവനെ അങ്ങ് പറ്റിച്ച് വെച്ചു കേട്ടോ. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേളൂരി വറക്കുകയും ചെയ്തേ. കുറച്ച് വറ്റയുടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനോർത്ത് എല്ലാം കൂടെ ഇന്ന് വറ്റ തീർത്ത് കഴിഞ്ഞാൽ വേളൂരിയെ കുറച്ചെടുത്ത് ഇന്ന് വറക്കാം. വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേളൂരിയെ കുറച്ചെടുത്ത് വറക്കാം, വറ്റ് നാളെ എടുക്കാം. അപ്പം നാളെ എന്ന് പറയുമ്പോൾ ബുധനാഴ്ചയായില്ലേ, വ്യാഴാഴ്ച പുതിയ മീൻ മേടിക്കണല്ലോ ഏതായാലും. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ. നമ്മളൊന്നും ചെലവാക്കല്ലോ കൂടുതൽ. പക്ഷെ ചില ദിവസങ്ങളിൽ ഈ പറച്ചിലുള്ള ഭയങ്കര ചെലവായിരിക്കും. ഇത് നമ്മുടെ ഇതെന്നാന്നറിയാവോ? ഇന്നലെ വാഴക്കൊല വെട്ടിയില്ലേ നമ്മള്? വാഴക്കൊല വെട്ടി കർഷകനും കർഷകത്തെയും കൂടെ കൊലയെല്ലാം വെട്ടി അതിന്റെ കുറച്ച് കൊല വെട്ടി വന്നപ്പോൾ നിലത്തോട്ട് ഇരുത്തി റെസ്റ്റ് എടുത്തു കൊല അവിടെ ഇരുന്ന്. അപ്പൊ ആ റെസ്റ്റിന്റെ അവിടെ മുഖത്തിന് ഇച്ചിരി വാട്ടം സംഭവിച്ചു. വാഴക്കൊലയുടെ ആ വാട്ടം സംഭവിച്ച വാഴയുടെ കായെല്ലാം കൂടെ ഞാൻ എടുത്തു മാറ്റി. വാഴ വൃത്തിയാക്കാൻ വേണ്ടി, വാഴക്കൊല വൃത്തിയാക്കി സുന്ദരിയാക്കാൻ ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ചേട്ടൻ അത്രയ്ക്ക് വശമില്ല വാഴക്കൊല സുന്ദരിയാക്കാൻ. നമുക്ക് പിന്നെ അതിനൊക്കെ നല്ല വശമാണല്ലോ. അതിനിതാ ഈ പിച്ചാത്തി എടുക്കുക. ഈ പിച്ചാത്തി ഇതല്ല, ഈ പിച്ചാത്തി എടുക്കുക. ഇതണ്ട വാഴക്കൊല വൃത്തിയാക്കാൻ നല്ല ഇടയില്ലേലും ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കി. അപ്പൊ ആ വെട്ടുകൊണ്ടതിന് ഇങ്ങനെ ഇരുന്നതിനെല്ലാം ഞാൻ എടുത്തിട്ട് തോരനരിഞ്ഞു. അത് കൊള്ളത്തില്ലല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ? ഏതാണോ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെന്നും ഇപ്പം ചന്തയിൽ പോയി മാർക്കറ്റിൽ പോയി ഒക്കെ പച്ചക്കറി വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കേട്ടോ. ചുമ്മാ വേറെ പണിയില്ലേ, അങ്ങനൊന്നും പൈസ കളയില്ല കേട്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്നായിരുന്നു ഇവിടെ മീനിന് ഏറ്റവും കൂടുതൽ പൈസയാണ് കേട്ടോ. അതില്ല ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ എന്നാ ചെയ്തു? ഈ തോരനെ നമുക്ക് അങ്ങോട്ട് അടച്ചിട്ടേക്കാം. ഒത്തിരി വെള്ളം വേണം തോന്നല്ലേ. ശകലം വെള്ളം ഒഴിച്ചേക്കട്ടെ. കുഴപ്പമുണ്ടോ ഇല്ലയോ? കുഴപ്പമില്ലല്ലോ. എന്നാ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് ഓടി ജമ്പ് ചെയ്ത് വരാമേ. ഓടി വന്ന് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് അടപ്പിയാലൂടെ വെച്ചാ ഇവിടെ ഇപ്പണ്ടേ. അപ്പൊ ഇതിനെ അങ്ങോട്ട് അടച്ചിടാം. ഓക്കെ, ആ കാര്യം ഓക്കെ ആയില്ലേ? മീൻകറി വെച്ചു. നല്ല പുളിയ മാങ്ങ ഇട്ട നല്ലതായിട്ട് കറിയും വെച്ചു. ഇത് തോരനും വെക്കാം, മീൻ വറക്കുകയും ചെയ്തു. ചക്കവേല് നമ്മൾ ഇച്ചിരി എടുക്കുന്നത് ഇന്നും കൂടെ എടുത്താൽ തീർന്നു കേട്ടോ. ഇനി നിങ്ങൾ എന്നെ ചീത്ത പറയണ്ട. പക്ഷെ തീർന്നതിന് ശേഷം നാളെ വീണ്ടും ഒരെണ്ണം വെക്കും. ചീരക്കോൽ ഇട്ട അവിയൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയെ സുഖിപ്പിക്കാൻ. ചേട്ടന് പിന്നെ ഏത് അവിയലാണേലും കുറെ അങ്ങ് കൊടുത്താൽ മതി, ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു ചീരയുടെ ഇതെല്ലാം നിപ്പുണ്ടല്ലോ, അവനെ അങ്ങോട്ട് ഇട്ടിട്ട്
അന്നേരം വെള്ളരിക്കയും പടവലങ്ങയും തീർന്നായിരുന്നു. എന്നോട് പോയപ്പോ ചോദിച്ചതാ വല്ലോം വേണോടിന്ന്. വലിയ സത്യസന്ധ കളിച്ചു. ഒത്തിരി ചെലവാക്കാതൊക്കെ ജീവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്നും വേണ്ട, എല്ലാം ഇരിപ്പുണ്ട്. എവിടെ ഇരിക്കുന്നു? അവിയൽ വെച്ചപ്പോ എടുത്തില്ലേ അത്? ഷോ, ഇനി വിളിച്ചു പറയണോ? വേണ്ട, വെറുതെ എന്തിനാ. അപ്പൊ നാളെ എങ്ങനെങ്കിലും ഒക്കെ ആക്കാം. അല്ല ചിലപ്പോ ഇനി എവിടെയെങ്കിലും നടക്കാനോ വൈകിട്ടോലോ പോകുമ്പോ അതൊക്കെ ട്യൂൺ ചെയ്ത് പറയാം. ചേട്ടനും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വെള്ളരിക്കയുടെ ഒക്കെ പകുതി ഇരിപ്പുണ്ടെന്ന്. പിന്നെ അല്ലേ ആലോചിച്ച വെള്ളരിക്കയില്ല. നാളെ നമുക്ക് ഇത് ചീരക്കോലിട്ട് വെക്കണോ? വെക്കാതെ ഞാൻ വെള്ളരിക്ക മുടങ്ങി മേടിച്ചപ്പോ എന്നൊരു ഡയലോഗും പറഞ്ഞു രക്ഷപ്പെടും. അപ്പൊ അതങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതവിടെ ഇരുന്ന് വേഗട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ട് പോണം. ശരി, അപ്പൊ നമുക്കുണ്ടല്ലോ നമ്മുടെ അരപ്പിനെയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇതാണ്ട് വലിയ കറി വെക്കുന്ന മട്ടാണ്, നിപ്പും പാവവും കണ്ടാലേ അല്ലേ. നമുക്കൊരു ചെറിയ കറിയാണെങ്കിലും അതിന് ഒത്തിരി പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലേ അത് കറിയാകത്തുള്ളൂ അല്ലേ. ആണുങ്ങൾക്ക് വല്ല അറിയാവോ? അവര് പറയും, എന്തെളുപ്പാ, രണ്ട് കറിയും കഞ്ഞിയും കറിയും വെക്കാനാണോ നീയൊക്കെ ഇത്രയും കിടന്ന് ഓടി നടക്കുന്നതാ നമ്മുടെ അടുക്കളയിൽ കൂടെ. അപ്പം ഇവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമല്ലേ. നല്ല കളിയായി. പണ്ട് ചേട്ടൻ സൗദിയിലായിരുന്നപ്പോഴേ എടി കഞ്ഞി എനിക്ക് ഇച്ചിരി കുടിക്കാൻ കൊതി വരുന്നെന്ന് പറഞ്ഞേ. അപ്പൊ ഇവർക്ക് മെസ്സിന്നല്ലേ ആഹാരങ്ങള് ഫ്രീ ആയിട്ടാ. അപ്പൊ ഞാൻ തന്നെ അവിടെ ഒരു ഗ്യാസും എന്തോ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, ഗ്യാസും. അപ്പൊ റൂമിനകത്തങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ വെച്ചിട്ട് കരണ്ടിന്റെ അടുപ്പ്, സോറി ഗ്യാസ് അല്ല, കരണ്ടിന്റെ അടുപ്പ്. അപ്പൊ അതേ വെച്ച് കഞ്ഞി ഉണ്ടാക്കാം. നീ ലൈവിൽ ഇരുന്നോന്ന് തോന്നുന്നു. വീഡിയോ കോൾ ഇട്ട് കഞ്ഞി വെക്കും, എല്ലാം പറഞ്ഞല്ല. എന്നോട് വർത്താനം ഞാൻ പറയാൻ ഇടയ്ക്ക് കഞ്ഞി നോക്കുന്നുണ്ടോ? കുറെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന്. ഞാൻ കഞ്ഞി നോക്കിയപ്പോ കോഴിക്കോട്ട പരുവത്തി കഞ്ഞി ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒറ്റ ഓർമ്മത്തിന് വേണ്ടി ഇവരെന്ത് പാടാ വരുന്നേ. അപ്പൊ നമ്മളോ എത്രയാ നമ്മുടെ കൈകൾ ഇങ്ങനെ പരതി നടക്കുമല്ലേ അല്ലേ. 100 കൈകളുള്ള പോലെ നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നത് അല്ലേ. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ ആണുങ്ങൾ ആരും അംഗീകരിച്ചു തരത്തില്ല. ചുരുക്കി എപ്പോഴെങ്കിലും ഒരു വായിന്ന് ഒരെണ്ണം വരും. ഇത്രയൊക്കെ വെക്കാനാണ് ഇതിനും വേണ്ടി പാട്. അടുക്കള ജോലി ഒന്നുമല്ല. ഏതാണുങ്ങളുണ്ട് അത് പറയാത്ത ഇല്ലേ? പറയും, എല്ലാവരും പറയും. എന്റെ ചേട്ടനും പറയും. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ചേട്ടനും പറയാറുണ്ട്. പക്ഷെ ചെയ്യുമ്പോ കാണാം, അതിന്റെ വീരകൃത്യങ്ങൾ ചെയ്യുമ്പോ കാണാം. ശരിയല്ലേ? അടുക്കളയില് നമ്മുടെ ആണുങ്ങൾ ആരും ഇടയ്ക്ക് സ്ഥലമില്ലെന്നും പറഞ്ഞ് അതിനും കലിപ്പ്, ഫോണിനും കലിപ്പ്. പക്ഷെ നമുക്ക് നമ്മുടെ എല്ലാം കൊണ്ടുത്തരും, എല്ലാം നല്ല സ്നേഹം എല്ലായിടത്തും കൊണ്ടെല്ലാം. പക്ഷെ അടുക്കളയുടെ കാര്യത്തിൽ ഒന്നും അറിയത്തില്ല. ചിലവർക്കൊക്കെ അറിയാൻ കേട്ടോ, അവർക്ക് സഹായിക്കുന്ന എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അറിയത്തില്ല, പറഞ്ഞിട്ട് കാര്യം. ഞങ്ങൾക്ക് 3 വർക്കുള്ള ആണുങ്ങളും അടുക്കള ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കുന്നതൊക്കെ കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ വിചാരിച്ച ആൾക്കാർ ചേട്ടനെല്ലാം ചെയ്യുവാണ് കേട്ടല്ലോ. നമ്മുടെ മിടുക്കാണ് നമ്മുടെ അടുക്കള ജോലി അല്ലേ. ശരിക്കും നമ്മൾ മിടുക്കുകളല്ലേ, നമ്മൾ മിടുമിടുക്കുകളാ. കാരണം എന്തും വേണ്ടി പണിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അംഗീകരിച്ചു തരണം. നമുക്കൊരു സ്വരിക്ക് ഒരു പൊന്നാട ഇടേണ്ടതാ പെണ്ണുങ്ങളെ അല്ലേ. അങ്ങനൊന്നും ഇട്ട് തരത്തില്ലെന്നേ ആരും, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പൊന്നാടയൊക്കെ ഇട്ട് തന്നാൽ നമ്മൾ വീണ്ടും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. നിർത്തത്തേ ഇല്ല, പണി തീരാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ചിരിക്കാനുണ്ട് ചില കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ, ഒന്നും അറിയണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 8ാം ക്ലാസ് വെച്ച് 8ാം ക്ലാസ് തൊട്ട് അവനവൻ്റെ ഡ്രസ്സൊക്കെ തനിക്കുന്നത് ഞങ്ങളായിരുന്നു കേട്ടോ. അല്ലെ നമ്മുടെ അമ്മ ആശ്വസിയപ്പോഴും വരും. അമ്മ അന്ന് പഠിപ്പിച്ച പാഠമാണ് ഇന്ന് നമ്മൾ ചെന്ന വീടുകളിലൊക്കെ നമ്മൾ നമ്മുടെ ഭർത്താവിനെ മക്കളെ നോക്കി ചെയ്യുന്നത്, നോക്കി അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ശരിയല്ലേ പറഞ്ഞേ? ഇന്നത്തെ പെൺപിള്ളേരെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചാൽ എല്ലാവർക്കും നല്ലതാ അല്ലേ. കാരണം നമ്മളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് നല്ല ജോലികൾ ചെയ്ത നമ്മുടെ അമ്മമാർ വളർത്തിയ. എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് പഠിക്കുന്നത്. കാരണം അതുകൊണ്ട് ഇപ്പൊ ഒരു മടിയില്ല, എന്തും ചെയ്യാൻ. ആരോഗ്യം മാത്രം തന്നാൽ മതി അല്ലേ. ഉപ്പൊക്കെ ഉണ്ടോ? ഞാൻ അരപ്പിട്ടായിരുന്നു കേട്ടോ. ഉപ്പുണ്ട്, തോരനും നല്ല ടേസ്റ്റ് ഉണ്ട്. പാളയം തോരനം മീൻചാറിൽ മുക്കി തിന്നാൻ നല്ലല്ലേ. പക്ഷെ പച്ചക്ക് വെച്ച മീൻ പറ വാർത്തരച്ചത് കൊള്ളാം. ഞങ്ങളെ മൂത്ത ചേച്ചിയുടെ 2ാമത്തെ മോന്റെ പിറന്നാളാ. ഉണ്ടായ ദിവസാ. നാളെ മൂത്ത മോന്റെ 10ഉം 11ഉം അവര്. ഇന്ന് 10ാം തീയതി അവര് ഉണ്ടായത്. അതെ 10ാം തീയതി 10ഉം 11ഉം. ഭയങ്കര രസമാണ്.
ഇവര് 6 ആമ്പിള്ളേരല്ലേ, പെണ്ണില്ലല്ലോ. 6 ആമ്പിള്ളേരും കൂടെ കൂടുമ്പോഴത്തേക്ക് എന്റെ ദൈവമേ, കൊച്ചിലായിരുന്നു ഭയങ്കര. ഞങ്ങളുടെ വായി നാക്കിട സമയമായിരുന്നു. മറിഞ്ഞ് തിരിഞ്ഞ് ഓടിഞ്ഞ് ഇടിച്ച് മറിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതാ. ഇപ്പൊ ആണെങ്കിലോ ഭയങ്കര രസമാണ്. എല്ലാം കൂടെ വണ്ടി എടുത്ത് നല്ല രസമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവരെല്ലാം കൂടെ കൂടുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഞങ്ങൾ പറയേ ഈ കൂട്ടത്തിൽ ഒരു പെങ്ങള് വേണമായിരുന്നടാ. അവളെ കൂട്ടത്തില്ലെന്ന്. എങ്ങനെയുണ്ട്? അവളോട് മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളാൻ പറയും, അടങ്ങി ഒതുങ്ങി. സത്യമായിരിക്കും, ആമ്പിള്ളേര് സ്ട്രിക്റ്റ് കാണിക്കത്തില്ലേ അല്ലേ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം. എന്തായാലും അമ്മാരെ കുടുംബം രസാട്ടോ. നമ്മുടെ തോട്ടാമ്പുമ്പൈ പോലെ മൂത്തയാളുണ്ടല്ലോ, ഏറ്റവും മൂത്തയാള് കിച്ചു, മൂത്തേച്ചിടെ. അവനാണെങ്കിൽ മറ്റുള്ള പിള്ളേരെല്ലാം പിള്ളേരെന്നാ പറയുന്നത്. അവൻ വലിയ അപ്പച്ചനാ, പിള്ളേരെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മോഹൻലാല് നമ്മുടെ ലാലേട്ടൻ തോട്ടാമ്പുമ്പൈ പറയത്തില്ലേ, പിള്ളേര് അങ്ങനെ അവർ കൂട്ടുകാരെല്ലാം കൂടെ. ആ ഒരു രീതി അവന്. എല്ലാവർക്കും നല്ല സ്നേഹം കേട്ടോ. ആരും മാറി മാറി നിൽക്കത്തില്ല കേട്ടോ. എല്ലാവരും ഒരാൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഉടനെ ചാടി വീഴും അടുത്ത ആൾ. അങ്ങനത്തെ പിള്ളേരാട്ടോ. ചിലർക്കൊക്കെ കാണാം അങ്ങനെ ആൺപിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും അല്ലേ. അതൊന്നുമില്ല. ഞങ്ങൾ മൂന്നും അതുപോലെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവന്മാരും അതെല്ലാം കണ്ടു വളരുന്നത്. ഇപ്പൊ എന്റെ ഇളയതല്ലേ ചെറുത്, ഏറ്റവും ചെറുത്. ഇവനല്ലേ ഉള്ളു ഇപ്പൊ ജോലി പഠിച്ചോണ്ടിരിക്കുന്നത്. ജോലി ആയില്ലല്ലോ, പഠിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് എന്നാന്നറിയാം, അളിയോ ഏതെങ്കിലും അവന്മാരെ, അളിയോ നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, ഇച്ചിരി പൈസ ഒക്കെ ഇടാം. എന്തൊക്കെയാന്നറിയാമോ പറയുന്നത്? അവന്മാരിട്ട് കൊടുക്കും കേട്ടോ. അവന്മാര് പൈസ ഒക്കെ ഇട്ടൊക്കെ കൊടുക്കും. നല്ല രസാ. ഞാനിതൊന്നും അറിയില്ല. എന്നോട് പിന്നെയാണ് എന്തെങ്കിലും ഞങ്ങൾ വർത്താനം പറഞ്ഞ് വരുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നതല്ല. അവന്മാരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിച്ചും പറയത്തില്ല കേട്ടോ, ഒന്നും പറയത്തില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കാണ് അങ്ങനെ ഇങ്ങനെ. ചിലപ്പോ ഇവൻ തന്നെ പറയും എന്നോട്, അമ്മ ചേട്ടൻ എനിക്ക് ഇന്ന തന്നു. മറ്റേ ചേട്ടാന്നൊക്കെ മൂത്തതിനെ മാത്രമേ വിളിക്കുള്ളൂ. രണ്ടാമത്തെ ചിന്ന ദൈവം, വലിയ ദൈവം, ഇങ്ങനെയൊക്കെയാണ് പേരിട്ടേക്കുന്നത്. വലിയ ദൈവം നമ്മുടെ മൂത്തയാള്, ചിന്ന ദൈവം രണ്ടാമത്തെ ആള്, ബാക്കിയെല്ലാം പേരാ. ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മളെ തോരനും വർത്താനം പറഞ്ഞ് ശരിയായി കേട്ടോ. അപ്പോൾ നമ്മളുടെ കുടുംബത്തിലെ ലക്ഷ്മി ദേവി ആരാ? ഒരു സ്ത്രീയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ വിളക്കെന്ന് പണ്ട് മുതലേ പറയുന്ന ആണ്. വീട്ടിലെ വിളക്കെന്ന് പറയുന്ന മഹാലക്ഷ്മി അവിടുത്തെ സ്ത്രീയാണ്. അത് സത്യമായ കാര്യമല്ലേ? അതെ. എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ നമ്മൾ എഴുന്നേറ്റ്, ഇപ്പം ഞാൻ ജോലിക്കാരെ ഉദ്ദേശിച്ചല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഇതൊക്കെ നോക്കേണ്ടത്. കാരണം ജോലിക്കാർക്ക് നോക്കണ്ടെന്നല്ല, അവരുടെ ആ ചുറ്റുപാടും അവർ കിടന്ന് കഷ്ടപ്പെടുന്ന, രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരുന്നവർക്ക് ഇതൊക്കെ പിന്തുടരാം. പക്ഷെ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ, അവരൊന്നും ഞാൻ ഇതിനകത്ത് എടുക്കുന്നില്ല. കാരണം അതുപോലെ പാടാം അവരുടെ ജോലി എന്നറിയാം. ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. കാരണം അത്രയ്ക്ക് നല്ല ഐശ്വര്യം വീട്ടിലുണ്ടാകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ രാവിലെ എഴുന്നേക്കുന്ന എപ്പോഴും വേണം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള സ്ത്രീകള് എഴുന്നേറ്റിരിക്കണം. ഞാൻ അങ്ങനെ കേട്ടോ. എഴുന്നേറ്റ് നമ്മള് പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് കുളിച്ച് കഴിഞ്ഞിട്ട്, നിങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വല്ല മേലാഴിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉടുപ്പൊക്കെ ഒന്ന് മാറി നിങ്ങളൊന്ന് മേല് കഴുകാൻ പറ്റുന്നവർ കഴുകുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ നമ്മുടെ കവാടയിലെ മുൻവശത്തെ വാതിൽ തുറക്കുമ്പോൾ നല്ലതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി മഹാലക്ഷ്മി ദേവി, മഹാലക്ഷ്മി കാത്തോളണേ എന്നും പറഞ്ഞ് നമ്മൾ തുറക്കണം വാതിൽ. കേട്ടല്ലോ? അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ? എന്നിട്ട് വേണം. അപ്പം ഈ കുളി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ മഹാലക്ഷ്മി വാണരുളുന്നത് എവിടൊക്കെയാണെന്നറിയാവോ? ഈ പുരികത്തിന്റെ രണ്ടിന്റെ നടുക്ക് നമ്മുടെ ലക്ഷ്മി എപ്പോഴും ഇവിടെ കാണും. അതായത് നമ്മൾ സ്ത്രീകളെ പൊട്ടുവെക്കണം എന്ന് പറയുന്ന അതിനാണ്. അതുകൂടാതെ നമ്മുടെ ഈ മംഗല്യം കഴിഞ്ഞ ആൾക്കാര് ഇവിടെ സിന്ദൂരരേഖ വരയ്ക്കുന്ന എന്തിനാ? മഹാലക്ഷ്മിയെ
മഹാലക്ഷ്മിയെ ഉദ്ദേശിച്ചാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുളിച്ച് പൊട്ടൊക്കെ വെക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചൊറിഞ്ഞ് തടിച്ച് പഴുത്ത് വന്ന് പല പ്രാവശ്യവും പലതും മാറ്റി നോക്കി ലക്ഷ്മി ദേവിയോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കിത് നടക്കുന്നില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വെച്ചപ്പോഴും ഇവിടെ ഇപ്പൊ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ സഹിക്കത്തില്ല. എന്നാൽ സിന്ദൂരം മാറ്റി വേറെ പല രീതിയിലുള്ള സാധനങ്ങളും ചെയ്തു. ഈ പൊട്ടുണ്ടല്ലോ, ഇത് തന്നെ ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഫ്ലസ്കിൻ ഒരു സാധനമുണ്ട്, ഒരു സ്കിന്നിൻ്റെ ചൊറിയാതിരിക്കുക, അത് അടിയിൽ തേച്ചിട്ടാണ് ഈ പൊട്ട് വെച്ചേക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ പൊട്ട് വെച്ചപ്പോഴത്തേക്കും മുഴുവൻ ഇവിടെ ഇതായിട്ടിരിക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാം സിന്ദൂര രേഖ തൊട്ട് പൊട്ടും തൊട്ട് വേണം നമ്മൾ കുളി കഴിഞ്ഞിട്ടിരിക്കാൻ. സിന്ദൂരരേഖ മംഗല്യം കഴിഞ്ഞവർ അത് തന്നെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിനകത്തോട്ട് കയറി വരും. നമ്മളെ കണ്ടു കഴിയുമ്പോൾ ചില പെണ്ണുങ്ങളുണ്ട്, നേരം വെളുത്താലും എഴുന്നേക്കത്തില്ല, എഴുന്നേറ്റാലോ മുടിയെല്ലാം കെട്ടിയ പടി തന്നെ അങ്ങനെ ഇരുന്ന് നേരെ കിച്ചണിലോട്ട് കയറും. ഒരു ഇതുമില്ല കേട്ടോ, ഒരു ഐശ്വര്യം ഉണ്ടാവത്തില്ല. കാരണം ഞാൻ പറയുവാണ്, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ചെയ്യുക. സ്ത്രീകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കുളിക്കണം. നിങ്ങൾ ചുമ്മാ കെട്ടിയ പാടി ഇങ്ങനെ ഇട്ട് മോന്തക്കോട്ടും എല്ലാം ഇട്ട് നേരെ അടുക്കള കയറി അവര് ഭയങ്കര പണിയാ. എന്തോ ഒരു പണി, എല്ലാവർക്കും പണിയുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളൂ 100% ഉറപ്പാണ്. വേറെ ഒന്നിനും പോണ്ട. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ നമ്മളെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞ് രാവിലെ കുളിക്കാതെ വൃക്കാക്ക നമ്മളെ ചൊവ്വ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നീചനാക്കും. അങ്ങനെ ആക്കുന്ന ദിവസം ഉണ്ടല്ലോ, അങ്ങനെ ആക്കുവാണെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡും വൈഫും ഒക്കെ തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭർത്താക്കന്മാര് നമ്മളോട് നിസ്സാര കാര്യത്തിന് എന്തെങ്കിലും വഴക്കിടാൻ വന്നാൽ, ചിലപ്പോൾ എന്തെങ്കിലും അവർ പോകാറാകുമ്പോൾ, ഓഫീസിൽ പോകാറാകുമ്പോൾ, അല്ലെ ഇവിടെ ഇരിക്കുന്നവരാണ് അവരെന്തെങ്കിലും തപ്പി നോക്കുമ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടും. നീ അത് കണ്ടോ, മറ്റത് അത് കണ്ടില്ലേ, എവിടെ പോയി വെച്ചു, അങ്ങനെ. നമ്മളപ്പോൾ എന്താ വേണ്ടേ? ചില സ്ത്രീകളുണ്ട് അതുക്കുമേൽ ആ ഭർത്താവ് പറയുന്നതിൻ്റെ അപ്പുറം ഒച്ച കടന്ന് ബഹളവും വെച്ച് പറയുന്ന അത്ര നല്ലതല്ല കേട്ടല്ലോ. എത്ര ദേഷ്യം വന്നാലും മഹാലക്ഷ്മി നമ്മൾ മനസ്സിൽ ഹരേ രാമ ഹരേ രാമ ശിവശിവ ശിവശിവ ഏത് ദൈവത്തിനാണോ വിളിക്കുന്നത് വെച്ചാൽ അത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർ കടന്ന് ചലിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എൻ്റെ ദേവി ദേവി, ലക്ഷ്മി ലക്ഷ്മി, മഹാലക്ഷ്മി മഹാലക്ഷ്മി, നാരായണ നാരായണ, ശിവശിവ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കുക. മനസ്സിൽ ദേഷ്യം പിടിച്ചാലും നിങ്ങളത് അമക്കി പറയാം. അപ്പം തന്നെ അവിടെ ആ ആണുങ്ങളുടെ സൗണ്ടും കുറയും. അവർ പിന്നെ നമ്മളോട് ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കേട്ടല്ലോ, കള്ളും കുടിച്ച് ഇതായി വരുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്, അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് കേട്ടല്ലോ. പറ്റുന്നവർക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക, ഒരു വഴക്കും ഉണ്ടാവത്തില്ല. അത് തന്നെ അവിടുത്തെ സ്ത്രീ വേണം താന്നു കൊടുക്കാൻ ആ വീട്ടില്. ആ സ്ത്രീകൾ താഴുമ്പോഴത്തേക്കും അവിടെ വഴക്ക് മാറുവാണ്. എല്ലാത്തിൻ്റെയും നല്ല ഒരു വീട് നന്നാക്കിയെടുക്കാനും സ്ത്രീകളെ കൊണ്ടേ പറ്റുള്ളൂ, ആ വീട് നശിപ്പിക്കാനും സ്ത്രീകളെ കൊണ്ടേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ വീടും ഐശ്വര്യപൂർണ്ണമാക്കാം. ഒരു മിനിറ്റ്, അപ്പോൾ ആ ഫോൺ വന്നപ്പം പോയതാണ്. പിന്നെ അപ്പം ഇത്ര മനസ്സിലായില്ല. പിന്നെ നമ്മൾ ചില പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ഈ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അവരെപ്പോഴും കാണാതെ ഇങ്ങനെ തലയും ചൊറിഞ്ഞ് അത് ഭയങ്കര ദാരിദ്ര്യത്തിലോട്ട് പോകും ആ വീട്ടിൽ കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. തലയും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക ഇതാണ് ദാരിദ്ര്യത്തിലോട്ട് നമ്മുടെ വീട് പോവാണ് അങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ. ഇനി അങ്ങനെ മേലിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാതെ പോലും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തലയിലോട്ട് ഏത് നേരം അതാണ്ട് അറിയാതെ ഇങ്ങനൊന്നും വെക്കുമൊന്നും അല്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് മഹാവൃത്തികേടാണ്. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടല്ലോ. പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നത് എങ്ങനെയാ? നിങ്ങളൊക്കെ കമിഴ്ന്നൊരിക്കലും ഒരു സ്ത്രീകൾ കിടക്കരുത്. കമിഴ്ന്ന് കിടന്നാൽ അവിടെ ധനം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ കമന്ന് കിടന്നുറങ്ങിയാൽ ഒന്നുമില്ല ചെരിഞ്ഞു കിടക്കണം, അല്ലെ മലർന്ന് കിടക്കണം. ഇത് സത്യമായ കാര്യമാണ്. എനിക്ക് പലരുടെ വീട്ടിലും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ കിടക്കുന്നത്. ചൊറിയുന്നൂടെ ഉണ്ടോ? പലരുടെ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്നവരെ സ്ത്രീകളെ എനിക്കറിയാം. അവിടെ എല്ലാം ദാരിദ്ര്യവും വഴക്കും വയ്യാവേലിയുള്ള വീടുകളാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമിഴ്ന്ന് കിടക്കരുത്.
നിങ്ങൾ ഈ ഒരു നല്ല കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ ഉത്തമമായ ഒരു ഭാര്യയോ മക്കളും ഭർത്താവും എല്ലാം ആയിട്ട് നമ്മുടെ വീട്ടിൽ നല്ല സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ കേൾക്കുന്നവരൊക്കെ ഈ കാര്യങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. ഇങ്ങനെയുള്ളവര് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ വല്ല അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയോ സന്ധ്യാദീപം കത്തിക്കുകയോ ഒക്കെ ചെയ്താൽ ഗുണങ്ങളുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ഒരു വീട്ടിൽ ചുമ്മാ അലോഹ്യവും അയ്യാവേലി തൂറി വാരിയുള്ള പണികളും ഇതൊന്നും ശരിയായ നടപടിയല്ല. നമ്മൾ വഴക്കിന് ആണുങ്ങൾ വന്നാൽ എന്താ പറഞ്ഞ് ഹരേ രാമ ഹരേ രാമ ഹരേ രാമ എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുക. അവർ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുക. അതിലോട്ട് ശ്രദ്ധ പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ മനുഷ്യരായ ഇടയ്ക്കൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളെല്ലാം കാണും. അപ്പം ഇങ്ങനെ ഒന്ന് നോക്കിക്കുക നിങ്ങൾ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ഷമിക്കും. ഭയങ്കര ക്ഷമയായിരിക്കും കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. ചേട്ടനാണെങ്കിൽ മുൻകോപ, പക്ഷെ നമ്മൾ ക്ഷമയുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അലോഹ്യമൊന്നും ഇല്ല. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് പിന്തുടർന്ന് നോക്കിക്കേ. നിങ്ങളുടെ വീട് ഐശ്വര്യപൂർണമായിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ വീട് പോകുന്നതായിരിക്കും. ഉറപ്പുള്ള കാര്യമാണ് ഇത്, കേട്ടല്ലോ. പിന്നെ ഒരു കാര്യം, വല്ലവരുടെയും കൊതിയും നുണയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കി നിങ്ങൾ ജീവിക്കുക. അല്ലാണ്ട് ചുമ്മാ അവരെങ്ങോട്ടാ പോകുന്നത്, അവൾ ഈ ഇടയ്ക്ക് ഭയങ്കര പോക്കാണ് എന്നൊന്നും നോക്കാതെ അവനവൻ്റെ കാര്യം നോക്കുക. അല്ലാതെ ചുമ്മാ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിരുന്നാൽ അവിടെ ഒന്നും ഒരു നല്ല ഇത് കിട്ടത്തില്ല. മനസ്സെപ്പോഴും നല്ല മനസ്സായിരിക്കണം നമ്മുടെ മനസ്സ്. അങ്ങനെയുള്ളവർ മാത്രമേ എവിടെ പോയാലും രക്ഷപ്പെടുകയുള്ളൂ. ഈ അമ്പലങ്ങളിൽ പോലും പോകുന്നവർക്ക് മനസ്സെപ്പോഴും നല്ല മനസ്സായിരിക്കണം. മറ്റുള്ളവരെ നല്ല മനസ്സ് മീൻസ് ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവരെ, കേട്ടല്ലോ. ഇപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് നല്ലതായിരിക്കും, പക്ഷേ അവർ ഉപദ്രവിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും നല്ലതുണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് ചിലവരുണ്ട്, ഞാൻ എന്നെ കാണിച്ചിട്ടും എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുതേ. കാരണം ഇപ്പോഴത്തെ ഇതല്ല മുമ്പോട്ടുള്ള ജീവിതം. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ കല്യാണത്തിന് മുമ്പ് നമ്മുടെ പിള്ളേരായിരിക്കുമ്പോൾ ഒരു ജീവിതം, കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ജീവിതം, നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ മറ്റൊരു ജീവിതം, വാർദ്ധക്യത്തിൽ പോകുമ്പോൾ വേറൊരു ജീവിതം. ഇതെല്ലാം മനോഹരമാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിരിക്കുക. വയസ്സാകുമ്പോഴും ഒരക്ഷരം നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. നമ്മൾ കുറ്റങ്ങൾ നോക്കി, ഇപ്പം മരുമക്കൾ വരുന്നു, അവരുടെ കുറ്റം മറ്റുള്ളവരോട് പോയി പറയാതിരിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടി പോകാം. ഒരു കുറ്റം എന്ത് കണ്ടാലും പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞോ അതാ പാസ് ചെയ്ത് അങ്ങ് പോയി ആ വീട്ടിൽ എന്നും അമ്മായിയമ്മയും മരുമോളും കൂടെ അടിയായിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യം. പല വീടുകളും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനൊന്നും നമ്മൾ പോവരുത്. നമ്മൾ അവരെന്തും കാണിച്ചോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക, കേട്ടല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് പിന്തുടർന്നിട്ട് വാ എൻ്റെ അടുത്ത്, എന്നിട്ട് പറ ചേച്ചി പറഞ്ഞ കറക്റ്റാണ്, ഞാനിപ്പോൾ അങ്ങനെയാണ് പിന്തുടരുന്നത്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ട്. അല്ലാണ്ട് പൈസ അല്ല ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? സമ്പാദ്യം അല്ല. ഒരു ഇത്തിരി പൈസയാണേലും അത് വെച്ച് എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട് സ്വൈരോ സമാധാനമായിട്ട്. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് കഴിയണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.